വീട്ടിലിരുന്നും പണമുണ്ടാക്കാം. സൈബർ ലോകത്ത് അതിന് പല വഴികളുണ്ട്. ട്രേഡിങ്ങും ഓൺലൈൻ ഇടപാടുകളുമാണ് ഇതിൽ പ്രധാനം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെയും വീട്ടമ്മമാരെയും വിദ്യാർത്ഥികളെയും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. ഇതോടൊപ്പമാണ് സൈബർ കെണികളും. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തട്ടിപ്പിനിരകളാകാം. തൊഴിലില്ലാതെ നടക്കുന്ന യുവാക്കളെ ഉൾപ്പെടെ കരുവാക്കിയാണ് സൈബർ തട്ടിപ്പുകൾ. സമീപകാലത്ത് ഓൺലൈൻ തട്ടിപ്പ് വർദ്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. കേരളത്തിലും കർണാടകയിലുമാണ് കൂടുതൽ പേർ ഇരകളായിട്ടുള്ളത്. അതിനിടെ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ 719 കോടി രൂപയുടെ സൈബർ തട്ടിപ്പിന് സഹായം നൽകിയ 10 പേരെ ഗുജറാത്ത് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ മലയാളികൾക്ക് നഷ്ടമായത് 1200 കോടി രൂപയെന്നാണ് റിപ്പോർട്ട്. 500,000-ലേറെ പരാതികൾ വന്നു. 11,000-ത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. കർണാടകയിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ 5,474 കോടി രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് കണക്ക്. ഇതിൽ ഇതുവരെ 627 കോടി രൂപ പോലീസിന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു. ഓൺലൈൻ ട്രേഡിംഗ്, വാഹനത്തിന് പെറ്റിയുണ്ടെന്നും കുറഞ്ഞ തുകയ്ക്ക് ഫോൺ റീചാർജ് ചെയ്യാമെന്നുമുള്ള വ്യാജ സന്ദേശങ്ങൾ, വെർച്വൽ അറസ്റ്റ് തുടങ്ങി വിവിധ തരം തട്ടിപ്പുകൾ. അതേസമയം കേരളത്തിൽ സമീപകാലത്തായി സൈബർ കേസുകൾ കുറയുന്നതായാണ് പോലീസ് റിപ്പോർട്ട്. ഈ വർഷം സെപ്റ്റംബർ വരെ രജിസ്റ്റർ ചെയ്തത് 1810 കേസുകൾ മാത്രമാണ്. 2024-ൽ 3581 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനിടെ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ 719 കോടി രൂപയുടെ സൈബർ തട്ടിപ്പിന് സഹായം നൽകിയ 10 പേരെ ഗുജറാത്ത് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ 91 കേസുകൾ ഉൾപ്പെടെ 1447 കേസുകളുമായി ബന്ധപ്പെട്ടതാണ് തട്ടിപ്പ്. വിവിധ സൈബർ ചതികളിലൂടെ സമാഹരിച്ച പണം വ്യാജ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് വിദേശത്തേക്ക് കൈമാറാൻ ഇടനിലക്കാരായവരാണ് പ്രതികൾ. ഭാവ്നഗറിലെ ഇൻഡസ് ബാങ്കിലാണ് ഇതിനായി അക്കൗണ്ടുകൾ തുറന്നത്. ഈ തുക ചെക്കുകൾ വഴിയോ പണമായോ പിൻവലിച്ച് പല മാർഗങ്ങളിലൂടെ ദുബായിലും ചൈനയിലുമുള്ള ആസൂത്രകർക്ക് എത്തിച്ചു നൽകുന്നതാണ് രീതി. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വഴികൾ ഇതിനായി ഉപയോഗിച്ചു. അറസ്റ്റിലായവരിൽ ബാങ്ക് ജീവനക്കാരുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.